നമ്മളെ സുഹൃത്തുക്കളായ 4 കുട്ടികളെ നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടുവരെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അതിനും നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പോലും ഇവിടെ ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം. സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കൊച്ചുങ്ങളെ നിസ്കരിക്കാൻ നേരത്തെ ചേച്ചിമാർ വന്നിട്ട് പറയണം നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ വ്യക്തമായിട്ടൊരു കാര്യം ചേച്ചിമാർക്ക് പറയാം. അപ്പൊ അവരെ ആ നിസ്കരിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിന്റെ തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമിൽ നിസ്കരിച്ചു. ഈ ഒരാഴ്ചയായിട്ട് ആ ക്ലാസ് റൂം അടിച്ചിട്ടേക്കുക. അപ്പൊ ഇവർ നേരത്തെ നിസ്കരിച്ച റൂമിലേക്ക് വീണ്ടും പോയി നിസ്കരിക്കാൻ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് ചേച്ചിമാർ വന്ന് അവിടെ നിൽക്കുവാണ്, കാവല് നിൽക്കണം നിസ്കരിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ ചേച്ചിമാർക്ക് പറഞ്ഞാൽ മതി ഇത് ശുദ്ധിയില്ലാത്ത സ്ഥലമാണ്, നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവർ പറയുന്നത് പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം. അപ്പൊ പ്രിൻസിപ്പളിനെ ഒന്ന് കാണണമെങ്കിൽ പ്രിൻസിപ്പൾ പ്രയർ റൂം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവർ പറഞ്ഞ റിക്വസ്റ്റ് തന്നിട്ട് അടുത്ത വെള്ളിയാഴ്ചയല്ല ഇനി എപ്പോഴാണ് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മീറ്റിംഗ് വിളിക്കണമെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഈ കൊച്ചുങ്ങളോട് നിസ്കരിക്കാണ്ടിരിക്കാൻ പറഞ്ഞുള്ള ഒരു അവകാശം ഈ കോളേജിലില്ല. ഇവർ ഞങ്ങൾ ക്രിസ്ത്യാൻ റൂം ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞത് MES കോളേജിൽ ചാപ്പൽ വേണമെന്ന് പറഞ്ഞ് നടപ്പുള്ള കേസാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കോളേജിൽ ഇവർ ചോദിക്കൂ ഈ കോളേജിൽ എത്ര മതക്കാരുണ്ട്, എല്ലാ മതക്കാർക്കും കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചു. അപ്പൊ ചോദിക്കാണ്ടെന്ന് വെച്ചാൽ എല്ലാ മതക്കാർക്കും കൊടുക്കണമെന്നില്ല. ഈ കോളേജിൽ മെയിൻ ബ്ലോക്കിലായിട്ട് ചാപ്പൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സ്ഥലമല്ലേ. അപ്പൊ ഇവിടെയുള്ള എല്ലാ മതക്കാർക്കും കൊടുത്തതിനെ പറ്റുന്നത് ചോദിക്കുന്നത്. ഈ റിക്വസ്റ്റ് കൊടുത്തതിനായിട്ട് റിക്വസ്റ്റ് ഇനി എപ്പോൾ ഉത്തരം കിട്ടാൻ അവർ പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ചയിൽ നടക്കില്ല എന്ന് പറയുന്നത്. നടക്കുള്ള കേസല്ലേ അത്.